ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വർക്കൗട്ട് എന്ന് പറയുന്നത് പ്ലാങ്ക് വർക്കൗട്ട് കേട്ടോ. അപ്പോൾ അതിന് മുമ്പോടിയായിട്ട് നമ്മൾ കാർഡിയോ വർക്കൗട്ടെല്ലാം ചെയ്യും. അപ്പോൾ കാർഡിയോ വർക്കൗട്ട് ചെയ്യണാട്ടി മുമ്പ്, എല്ലാ വർക്കൗട്ട് ചെയ്യണാട്ടി മുമ്പ് ഞാൻ ചെയ്യുന്ന ആ ഒരു വർക്കൗട്ടാണ് സ്ട്രെച്ചിങ്ങും ബ്രീത്തിങ്ങും എന്ന് പറയുന്നത്. അപ്പോൾ അത് എല്ലാ വർക്കൗട്ട്, ഏതൊരു വർക്കൗട്ടായിരുന്നുണ്ടല്ലോ അതിന് മുമ്പായിട്ട് നമ്മൾ ശരീരത്തിന് അതിലേക്ക് പാകപ്പെടുത്തി കൊണ്ടുവരാനുള്ളൊരു വർക്കൗട്ടാണ് ബ്രീത്തിങ് ആൻഡ് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ തല മുതൽ കാല് വരെ ബ്ലഡ് സർക്കുലേഷൻ എല്ലാം ശരിക്കും ക്ലിയർ ആവാനും ശരീരത്തിനോട് നമ്മൾ മുമ്പായിട്ട് ഒരു ഇത് കൊടുക്കുന്ന വർക്കൗട്ടാണ് സ്ട്രെച്ചിങ്ങും ആൻഡ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഹെഡ് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷോൾഡർ, അത് കഴിഞ്ഞാൽ ഹിപ്പ്, അത് കഴിഞ്ഞാൽ കാല്, അങ്ങനെ ആ ഒരു ഇതിലാണ് ആ ഒരു സ്ട്രെച്ചിങ്ങിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോഡി വാമപ്പാണ്, കാർഡിയോ വർക്കൗട്ടാണ്. അതിന് ശേഷമാണ് ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ പ്ലാങ്ക് വർക്കൗട്ടാണ് ചെയ്യുന്നത്. പ്ലാങ്ക് വർക്കൗട്ടിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ അതിനോട് മുമ്പായിട്ട് നമുക്ക് സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മളെ ഫുള്ള് ബ്ലഡ് സർക്കുലേഷൻ എല്ലാം ക്ലിയർ ആവാനും ബോഡീനെ അതിലേക്ക് പാകപ്പെടുത്തിയെടുക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉണ്ടല്ലേ സ്ട്രെച്ചിങ്ങാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ആദ്യം ബ്രീത്തിങ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ്, അത് കഴിഞ്ഞാൽ ഷോൾഡർ, അത് കഴിഞ്ഞാൽ ഹിപ്പ്, അത് കഴിഞ്ഞാൽ കാലിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തി. അപ്പോൾ ആ ഒരു രീതിയിലാണ് ചെയ്യാനുള്ളത്. അതിന് ശേഷം വീണ്ടും ബ്രീത്തിങ് ചെയ്യാണ്. ഞാൻ ബ്രീത്തിങ് ഒരു 3 പ്രാവശ്യം ചെയ്യും. അതിനുശേഷം കാർഡിയോ വർക്കൗട്ട്, എല്ലാ വർക്കൗട്ട് ചെയ്യാനായിട്ട് മുമ്പ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് എൻ്റെ ആ ഒരു സ്റ്റൈലിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അത് നിങ്ങളും അത് പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം കാർഡിയോ വർക്കൗട്ടാണ് ചെയ്യുന്നത്. ജമ്പിങ് സാധാരണക്കാർക്ക് നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലും ചെയ്യാൻ പറ്റാവുന്ന വർക്കൗട്ടുകളാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ കാണിച്ചു തരുന്നത്. അത്ര വലിയ ഹെവി വർക്കൗട്ടൊന്നുമല്ല. ഒരുപാട് നാളുകളായിട്ട് ഞാൻ ചെയ്യുന്ന വർക്കൗട്ടുകൾ, പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ പല രാജ്യക്കാരും ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവരൊക്കെ കൂടെ ഞാൻ ഇവിടെ തന്നെയാണ് വർക്കൗട്ട് ചെയ്യാറ്. അങ്ങനെ ഇവിടെ കിക്ക് ബോക്സിങ്ങും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് ആഫ്രിക്കൻസ് ആയിരുന്നാലും തുർക്കീസ്, കജക്കിസ്ഥാൻ, പിന്നെ അങ്ങനെ പല പാകിസ്ഥാനികൾ, ബംഗ്ലാദേശികൾ, ഇന്ത്യക്കാർ, മലയാളികൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളൊരു കൂട്ടമായിട്ടുള്ള വർക്കൗട്ടുകളാണ് ഇവിടെ ചെയ്യാറ്. അപ്പോൾ എല്ലാവർക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് ഷെയർ ചെയ്തിട്ട് അവരുടെ കൂടെയൊക്കെയാണ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ അതെല്ലാം അവരെ കൂടെ ഞാൻ പഠിച്ചിട്ടും ഞാൻ ചെയ്യുന്നത് അവർ വെറൈറ്റി ആയി തോന്നുന്നുണ്ടല്ലോ അത് എന്നോട് ചോദിച്ചിട്ട് അവർ ചെയ്യുന്നു, അങ്ങനത്തെ ആ ഒരു രീതിയിലൊക്കെ നമ്മുടെ വർക്കൗട്ട് ചെയ്യാറ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ചെയ്തതാണ് ആ ഒരു ബ്രീത്തിങ്ങും സ്ട്രെച്ചിങ്ങും എല്ലാം. അതിനുശേഷം കാർഡിയോ വർക്കൗട്ടാണ്, ജമ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്ലാങ്ക് വർക്കൗട്ടാണ്. പ്ലാങ്ക് വർക്കൗട്ട് എന്ന് പറയുന്നത് പല രീതിയിലും അതുണ്ട്. നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്ലാങ്ക് വർക്കൗട്ടിൽ കുറച്ച് ഫുൾ ബോഡിക്ക് ഒരു എഫക്റ്റ് കിട്ടുന്ന വർക്കൗട്ടിൻ്റെ രീതിയിലാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. വെച്ച് കഴിഞ്ഞാൽ പ്ലാങ്ക് വർക്കൗട്ടിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളെല്ലാ മസിൽസുകളെയും സ്ട്രെങ്ത് ആക്കി എടുക്കുക എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ആ ഒരു ഉദ്ദേശം. നമ്മളിപ്പോൾ ഡെയിലി പല വർക്കൗട്ടുകളും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരു ദിവസം പല ടൈപ്പിൽ വർക്കൗട്ടുകളാണ് ഞാൻ ചെയ്യാറുള്ളത്. അതാണ് ഈ വീഡിയോസിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ജമ്പിങ് ചാക്ക് അതൊക്കെയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല കാർഡിയോ വർക്കൗട്ട് ഒരുപാട് വെറൈറ്റി വർക്കൗട്ടുകളുണ്ട് കേട്ടോ. അതെല്ലാം അടുത്തടുത്ത വീഡിയോസിൽ ഞാൻ കാണിക്കുന്നതാണ്. ഈ വർക്കൗട്ടൊക്കെ എന്ന് പറയുന്നത് നമ്മളെ കോറിനും കൂടിയിട്ട് ആപ്സിനും കൂടിയിട്ട് ഫിറ്റ് കിട്ടുന്ന വർക്കൗട്ടുകളാണ്. അപ്പോൾ ഫുൾ ബോഡി വാമപ്പ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്, കണ്ടില്ലേ. അപ്പോൾ അതിന് ശേഷം നമ്മൾ കോറിനുള്ള വർക്കൗട്ട് ചെയ്യുമ്പോൾ, നമ്മളെ പ്ലാങ്ക് വർക്കൗട്ടെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ അതിന് നല്ല സ്ട്രെങ്ത്ത് കിട്ടും, എല്ലാ മസിലുകളും സ്ട്രെങ്ത്തായി വരും കേട്ടോ. അപ്പോൾ ഈ ചെയ്യുന്ന വർക്കൗട്ടെല്ലാം ഇതൊക്കെ സിമ്പിൾ വർക്കൗട്ടുകൾ, നിങ്ങൾക്ക് അറിയാവുന്ന വർക്കൗട്ടുകൾ തന്നെ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഓർഡർ ആക്കിയിട്ട് കണ്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതൊക്കെ ഈ ഹിപ്പ് മൂവ്മെൻറ്റൊക്കെ നമ്മളെ ബെല്ലി ഫാറ്റ് കുറയാനുള്ള നല്ലൊരു വർക്കൗട്ട് കേട്ടോ. ഈ ചെയ്യുന്ന വർക്കൗട്ടും വളരെ പവർഫുള്ളായിട്ടതാണ്. നമ്മളെ വയറ് കുറയ്ക്കാനും വയറിൻ്റെ അവിടുത്തെ കൊഴുപ്പുകളെല്ലാം പോകാനും എല്ലാം പറ്റിയ സൂപ്പർ വർക്കൗട്ടാണ് ഈ ചെയ്യുന്നതെല്ലാം. അങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ വർക്കൗട്ടുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ വർക്കൗട്ടും നല്ല സൂപ്പർ വർക്കൗട്ട് തന്നെയാണ്, കണ്ടില്ല. ഇതിങ്ങനെ ഇതാക്കിയിട്ട് നമ്മളെ വയറിൻ്റെ ആ അടിവശത്തുള്ള കൊഴുപ്പുകളെല്ലാം പോവാനും നമ്മളെ വയറ് കുറയുവാനും അതേപോലെ തന്നെ കട്ടിങ്സ് എല്ലാം സൂപ്പറായി വരാനും പറ്റിയ സൂപ്പർ വർക്കൗട്ടാണിത്. ഇങ്ങനത്തെ വർക്കൗട്ടുകൾ ചെയ്യുക. ആദ്യം ചെയ്യുമ്പോഴെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പിന്നീട് അത് ഡെയിലി ചെയ്യാൻ ശ്രമിച്ചെന്നുണ്ടാൽ നിങ്ങൾക്ക് നല്ല ബോഡി സ്ട്രെങ്ത്തായി കിട്ടുകയും ചെയ്യും. അത് മാത്രമല്ല ചെയ്യാനുള്ള ആ ഒരു ഉന്മേഷം കിട്ടുകയും ചെയ്യും. ഞാൻ ആദ്യം വഴിയിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പം ഞാൻ
കാലത്താണ് ചെയ്യുന്നത്. ഇതെല്ലാം സൂപ്പർ വർക്കൗട്ടുകൾ. അതെല്ലാം പെട്ടെന്ന് ടയേർഡാവും കേട്ടോ. എല്ലാ വർക്കൗട്ടുകളും ചെയ്യുമ്പോൾ ഒരു സെറ്റ് 12 to 15 ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം 1 മിനിറ്റിലും കൂടുതൽ നമ്മൾ റെസ്റ്റ് കൊടുക്കരുത്. എങ്ങനെ വന്നിട്ടുണ്ടാലും 1 മിനിറ്റിന് കൂടുതൽ റെസ്റ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ ഇതേപോലത്തെ ബ്രീത്തിങ് ചെയ്യുക. അങ്ങനെ 1 മണിക്കൂർ അല്ലെങ്കിൽ 45 മിനിറ്റുകൾ ദിവസവും വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതെല്ലാം ബ്രീത്തിങ് ആയിട്ട് ചെയ്യുന്നത്. ബ്രീത്തിങ്ങാണ് ഇതെല്ലാം നമുക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോൾ ആ ഒരു റിലാക്സിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാമെന്ന് മാത്രം. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് കിക്ക് ബോക്സിങ് പെട്ട ഒരു വർക്കൗട്ടാണ്. കിക്ക് ബോക്സ് കാർഡിയോ വർക്കൗട്ടിൽപ്പെട്ട ഒരു വർക്കൗട്ട്. അത് 2-3 ടൈപ്പ് ഞാൻ ഇതിൽ കാണിക്കുന്നുള്ളൂ. അതിന് ശേഷമാണ് നമ്മൾ പ്ലാങ്ക് വർക്കൗട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം കിക്ക് ബോക്സിങ് കാർഡിയോ വർക്കൗട്ടിൽപ്പെട്ട വർക്കൗട്ടാണ് കേട്ടോ. ഇതെല്ലാം നമുക്കിവിടെ ആഫ്രിക്കൻസ് നമുക്ക് ഡെയിലി നമുക്കിവിടെ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവരെ കൂടെ നമ്മൾ ചെയ്യാറുണ്ട്. അവരൊക്കെ ഞാൻ പഠിച്ച വർക്കൗട്ടുകളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ വർക്കൗട്ട് കണ്ടില്ല, ഇതെല്ലാം കിക്ക് ബോക്സ് കാർഡിയോ വർക്കൗട്ടിൽ പെട്ട വർക്കൗട്ടാണ്. അതിങ്ങനെ സൈഡിലേക്ക് 2 പഞ്ച് ചെയ്യുന്നു, ഈ സൈഡിലേക്ക് 2 പഞ്ച് ചെയ്യുന്നു. അങ്ങനത്തെ ഒരുപാട് വർക്കൗട്ടുകളുണ്ട്. നിങ്ങളിത് കണ്ടുകൊണ്ടിരുന്നത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ചെയ്യാനും ശ്രമിക്കുക. ഈ കിക്ക് ബോക്സ് കാർഡിയോ വർക്കൗട്ട് എന്ന് പറയുന്നത് ഒരു വെറൈറ്റി വർക്കൗട്ട് തന്നെയാണ്. അത് പഞ്ചിങ് കണ്ടില്ല, അത് കഴിഞ്ഞാൽ 2 സൈഡിലേക്ക് പിന്നെ മൂവ്മെൻ്റ് ആയിട്ട് സെൻറ്ററിൽ ഒരു പഞ്ചിങ്, ഇതൊക്കെ വന്നിട്ട് ഇപ്പോൾ ട്രഡീഷണലായിട്ട് വന്ന കുറേ വർക്കൗട്ടിൽപ്പെട്ട വർക്കൗട്ടുകളാണ് കേട്ടോ. ഇതെല്ലാം കാർഡിയോ വർക്കൗട്ടിൽ പെടും കിക്ക് ബോക്സ്. ഇത് 2 ഉപകാരങ്ങളുണ്ട്. നമ്മളെ പഞ്ചിങ്ങിനെല്ലാം നല്ല പവർ കിട്ടുവാനും അതിനോട് കൂടി തന്നെ കാർഡിയോ വർക്കൗട്ടും കൂടിയാണ് ഈ ഒരു വർക്കൗട്ട് എന്ന് പറയുന്നത്. അതിന് ശേഷമാണ് നമ്മൾ പ്ലാങ്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതെല്ലാം സൂപ്പർ വർക്കൗട്ടുകളാണ്. കണ്ടുകണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെല്ലാം സൈഡ് ഫാറ്റ് ബെല്ലി ഫാറ്റ് കുറയാനുള്ള സൂപ്പർ വർക്കൗട്ടുകളാണ് ഈ സംഭവങ്ങളെല്ലാം. ഇതെല്ലാം ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ഒരു കിക്ക് ബോക്സ് കാർഡിയോ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ഒരു ആക്ഷൻ മൂവ്മെൻ്റാണ് കേട്ടോ. നമ്മൾ ആ ഒരു ഫൈറ്റിങ്ങിന് ഉപയോഗിക്കുന്ന സംഭവമാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ല, ആളെ മുകളിൽ നിന്നിട്ട് തലണ്ട് പിടിച്ചിട്ട് നമ്മളെ ഇതിന് പഞ്ച് ചെയ്യുന്ന ഹെൽബോ കൊടുക്കുന്ന ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഇതെന്ന് പറയുന്നത്. അപ്പം മറ്റേത് പഞ്ചിൻ്റെ രീതിയിലായിരുന്നു. അങ്ങനത്തെ ഒരുപാട് വർക്കൗട്ടുകളാണ്. ഇതെല്ലാം നല്ല സൈഡ് ഫാറ്റ് കുറയാനും വയറ് കുറയാനും വയറിൻ്റെ എല്ലാ മസിൽസിനെല്ലാം സ്ട്രെങ്ത് കിട്ടുന്നതെല്ലാം സൂപ്പർ വർക്കൗട്ടുകളാണ്. ബില്ലി ഫാറ്റ് കുറയാനൊക്കെ പറ്റിയ സൂപ്പർ വർക്കൗട്ടുകളാണ് കേട്ടോ. അതെല്ലാം എല്ലാ ദിവസവും എന്തായാലും ഓരോ വർക്കൗട്ട് നിങ്ങൾ 3 സെറ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. 12 to 15 3 സെറ്റ് 1 മണിക്കൂർ കണ്ടിന്യൂ നിർബന്ധമായിട്ടും ചെയ്യാൻ ശ്രമിക്കുക. എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി ഇങ്ങനത്തെ വർക്കൗട്ട് ചെയ്യുക. ഇതെല്ലാം വർക്കൗട്ട് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ആ ഒരു പ്രതിഫലം കിട്ടുക. അതിന് ശേഷം വീണ്ടും ബ്രീത്തിങ് ചെയ്യാണ്. ഈ ബ്രീത്തിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നോർമൽ പുഷപ്പ് എല്ലാം ചെയ്യും കേട്ടോ. ഒരു സെറ്റ് പുഷപ്പ് വേണമെന്ന് നമുക്ക് ചെയ്യാമെന്ന് മാത്രം. അതിന് ശേഷമാണ് ഞാൻ പ്ലാങ്ക് വർക്കൗട്ട് ചെയ്യുന്നത്. വീണ്ടും ഇതെല്ലാം നമ്മളെ കിക്ക് ബോക്സ് കാർഡിയോ വർക്കൗട്ടിൽ പെട്ട വർക്കൗട്ടുകളാണ് കേട്ടോ. ഈസി വർക്കൗട്ട് തന്നെയാണ്, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അത് തന്നെ 2-3 ടൈപ്പിലെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ കിക്ക് ബോക്സ് കാർഡിയോ വർക്കൗട്ടുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് ജമ്പിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഇതാ വീടും സൈഡ് ബെൻഡ് എല്ലാം ചെയ്യണം. അപ്പോൾ നമ്മൾ ആ സൈഡിലേക്കുള്ള ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒന്നുകൂടി ഒരു സൈഡിലേക്കുള്ള സ്ട്രെച്ചിങ്, അത് കഴിഞ്ഞ് ബാക്കിലേക്കുള്ള ടേണിങ് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പുഷപ്പ് പിന്നെ ബ്രീത്തിങ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പ്ലാങ്ക് വർക്കൗട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്.
അപ്പോൾ ഇതെല്ലാം ഇതുപോലെ തന്നെ ചെയ്യാണ്ടില്ലേ. ഇതെല്ലാം നമ്മളെ സൈഡിലത്തെ ഫാറ്റ് കുറയാനും ആ ബോഡിക്ക് ആ ഒരു ഇതെല്ലാം കിട്ടാൻ വേണ്ടി സ്ട്രെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന വർക്കൗട്ടുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇത് അടുത്ത് നമ്മളെ ലെഗ് സ്ട്രെച്ചിങ് കേട്ടോ. ലെഗിൻ്റെ ഒരു വർക്കൗട്ട് അടുത്തൊരു വീഡിയോസിൽ എന്തായാലും സൂപ്പറായിട്ട് വരുന്നുണ്ട്. നല്ല ഫുള്ള് അതിലും കാർഡിയോ വർക്കൗട്ടെല്ലാം ഉണ്ടാവും. നമ്മൾ ഏതൊരു വർക്കൗട്ട് ചെയ്യുമ്പോഴും മുൻപായിട്ട് സ്ട്രെച്ചിങ്ങും കാർഡിയോ വർക്കൗട്ടും ബോഡി വാമപ്പ് കഴിഞ്ഞതിന് ശേഷം ആണ് ബാക്കിയുള്ള വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ലെഗിനുള്ള വർക്കൗട്ട് അടുത്ത വീഡിയോസ് തന്നെ ആവാൻ സാധ്യത ഉണ്ട്. ലെഗ് ആണ് നമ്മളെ മെയിൻ അടിത്തറ. ലെഗിന് സ്ട്രെങ്ത് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള അപ്പർ ബോഡിക്ക് മസിൽസ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ലെഗിനുള്ള വർക്കൗട്ട് എന്തായാലും വരുന്നുണ്ട്. ഇത് സ്ട്രെച്ചിങ് തന്നെയാണ്, ലെഗിനുള്ള സ്ട്രെച്ചിങ് ആണ്. അതിനുശേഷം പുഷപ്പ് എല്ലാം ഉണ്ട്. അതിനുശേഷമാണ് ഞാൻ അടുത്ത വീഡിയോസുകൾ പ്ലാങ്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ വീണ്ടും നമ്മളിത് ബ്രീത്തിങ് ചെയ്യണം. അപ്പോൾ ആദ്യം മുതൽ കണ്ടപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതേപോലെ ബ്രീത്തിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യും കേട്ടോ. പിന്നെ അപ്പോൾ ഒരുവിധം വർക്കൗട്ടുകളെല്ലാം ഇതായിട്ടുണ്ട്. കാർഡിയോ വർക്കൗട്ടുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി പുഷപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും, കാർഡിയോ വർക്കൗട്ടുകൾ ഞാൻ ഒരുപാട് വെറൈറ്റി വർക്കൗട്ടുകളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പുഷപ്പാണ്. പുഷപ്പിൻ്റെ ആ ഒരു പൊസിഷനും കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ബോഡി സ്ട്രൈറ്റ് ആക്കി വെക്കണം. കയ്യിൻ്റെ ഒക്കെ ഒരു അകലം, കൈ ബോഡി എൽബോ ബോഡിയുമായിട്ടുള്ള ആ ഒരു അകലം അതെല്ലാം പെർഫെക്റ്റ് ആയി ഉണ്ടായാലാണ് ഒരു പുഷപ്പ് ഇതാവുള്ളൂ. അത് മാത്രമല്ല, പുഷപ്പ് എടുക്കുന്ന ആ ഒരു സ്റ്റൈല് വളരെ സ്ലോയിൽ പോയിട്ട് മുകളിലോട്ട് പൊന്തി വരട്ടെ. അപ്പോഴാണ് അതിൻ്റെ ഫുള്ള് നമ്മളാ ഒരു ബോഡിക്ക് അപ്പർ ബോഡിക്കുള്ള മസിൽസിനെല്ലാം സ്ട്രെങ്ത്ത് കിട്ടുള്ളൂ. അതിൻ്റേതായ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. നമ്മൾ പ്ലാങ്ക് വീഡിയോസ് തുടങ്ങുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ ഒരു വെറൈറ്റി വർക്കൗട്ട് തന്നെയാണ് പ്ലാങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. കണ്ടില്ല, അങ്ങനെ വരുന്നു. അതേപോലെ തന്നെ മുകളിലോട്ട് പൊന്തി പോകണം. ആ പൊന്തി പോകുമ്പോൾ താഴോട്ട് വരുമ്പോൾ നമ്മളെ മുട്ട് വളയാൻ പാടില്ല. മുട്ട് വളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വർക്കൗട്ട് ചെയ്യണതിന് നമുക്ക് ആ ഒരു പ്രതിഫലം കിട്ടില്ല. നിർബന്ധമായിട്ടും ആ മുട്ട് വളയാതെ തന്നെ താഴോട്ട് വരെ, അതിന് ശേഷം ബോഡി സ്ട്രൈറ്റ് ആക്കി വെച്ചിട്ട് മുകളിലോട്ട് പൊന്തി പോകുന്നു. ഈ ഒരു ഇതിൽ നമ്മളെ ഫുള്ള് ബോഡീനെ സ്ട്രൈറ്റ് ആക്കിയിട്ട് തന്നെ വെക്കണം. നമ്മളെ ഇത് ശരിക്കും പറയുന്നുണ്ടെങ്കിൽ മസിൽസിനെ സ്ട്രെങ്ത്ത് കൂട്ടുന്നതാണ് പ്ലാങ്ക് വർക്കൗട്ട്. ഇതിൽ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ലെഗ് മസിൽസ്, കോർ മസിൽസ്, ഷോൾഡർ മസിൽസ്, അപ്പർ ബോഡി ആൻഡ് ലോവർ ബോഡി എല്ലാ മസിൽസിനും സ്ട്രെങ്ത്ത് ആക്കി കിട്ടുന്ന വർക്കൗട്ട് തന്നെയാണ്. അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കും. ഒരിക്കലും നമ്മളെ മുട്ട് വളയാൻ പാടില്ല. മുട്ട് നിവർത്തിയിട്ട് തന്നെ വെക്കണം. അതും ഓരോന്നും 12 to 15 സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതും കുറച്ചും കൂടി വെറൈറ്റി. ഇത് ഫസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാവും. അപ്പോൾ എണ്ണം കുറച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇതും വളരെ പവർഫുള്ളായിട്ടുള്ള വർക്കൗട്ടാട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവും. മുട്ട് വളയാണ്ട് നേരെ വരുന്നു. പുഷപ്പ് ചെയ്തിട്ട് അതേപോലെ തന്നെ ബാക്കിലോട്ട് പോകുമ്പോൾ മുട്ട് ബെൻഡ് ചെയ്തിട്ടാണ്. മുട്ട് ബെൻഡാക്കിയെന്നുണ്ടാൽ നമുക്ക് പിന്നെ അതിൻ്റെ ആ ഒരു ഇത് കിട്ടില്ല. ആ വർക്കൗട്ട് ചെയ്തതിന് പിന്നെ നമുക്കൊരു ഒരു പ്രതിഫലം ഉണ്ടാവില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ തന്നെ പോകുമ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. അവനക്ക് ആ ശരിക്കും അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആ ലെഗിൻ്റെ മസിൽസിന് നല്ലോണം ഫീല് കിട്ടും. ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ ഫീലിംഗ് കിട്ടില്ല. പിന്നെ അപ്പർ ബോഡിക്കും നമ്മളെ ഫുൾ മസിൽസിന് സ്ട്രെങ്ത് ആക്കുന്നതാണ്. ഫുൾ ബോഡി വർക്കൗട്ടാണ്. അതാണ് നമ്മളെ വെറൈറ്റി വർക്കൗട്ടുകളാണ് നമ്മളെ വീഡിയോസിൽ ഞാൻ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓരോ സെറ്റും 15 to 12. ആദ്യം ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാവും. ഇതും വളരെ പവർഫുള്ളായിട്ട് വർക്കൗട്ടായിട്ടാണ്. കണ്ടില്ല, നമ്മളിത് ആ ഒരു ഹെഡ്ഫോൺ ഇങ്ങനെ കുറച്ച് ലൂസായി വരുന്നുണ്ട്.
എല്ലാം പ്ലാങ്ക് വർക്കൗട്ടിൽ തന്നെ പറയാം നമുക്ക്. പക്ഷേ കുറച്ച് വെറൈറ്റിയും കൂടിയിട്ടുണ്ട് അതിൽ. നമ്മളിങ്ങനെ താഴോട്ട് വന്നിട്ട് കണ്ടില്ല, അതെല്ലാം നമ്മളെ കോർ മസിൽസിന് ആപ്സിനും കൂട്ടി നല്ല ഇതിൽ കിട്ടുന്ന വർക്കൗട്ടാട്ടോ. വയറ് കുറയ്ക്കാനാണ് എല്ലാ ആൾക്കാരും ഡെയിലി, ചില ആൾക്കാർ കാണാൻ വയറിന് വന്നിങ്ങനെ ചെയ്യാം. നമ്മൾ ഡെയിലി വയറിന് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ എല്ലാ വർക്കൗട്ട് ചെയ്യുമ്പോഴും കാർഡിയോ വർക്കൗട്ടെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി വയറിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ദിവസം വ്യത്യസ്തമായ രീതിയിൽ തന്നെ ചെയ്യണം. ആഴ്ചയിൽ ഏതെങ്കിലും 2 ദിവസം വയറിനായിട്ട് നമ്മൾ മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഇത് പുഷപ്പ് ആൻഡ് എൽബോ ടച്ച്, ഇതെല്ലാം സൂപ്പർ. ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ആ പുഷപ്പിൻ്റെ ആ ഒരു സ്റ്റൈലിൽ തന്നെ ചെയ്യണം കേട്ടോ. അത് മാത്രമല്ല ഭയങ്കര സ്പീഡാക്കി ചെയ്യത്, ഒരു നോർമൽ സ്പീഡിൽ പോകണം. ഞാൻ വീഡിയോയുടെ ലെങ്ത്ത് കൂടിയ കാരണം ചെറുതായിട്ട് വീഡിയോക്ക് ഒന്ന് സ്പീഡാക്കിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വളരെ സ്ലോയിലാണ് ചെയ്യുക. പ്ലാങ്ക് വർക്കൗട്ട് തന്നെ അടുത്തത് നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. ഇത് കണ്ടില്ല, ബാക്കിൽ ഇങ്ങനെ ആ ഒരു ലെഗിനെ ഇതാക്കി വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഒരുപാട് വെറൈറ്റി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫുള്ള് പ്ലാങ്ക് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫുള്ള് മസിൽസിനെ ശരിക്കും പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി വർക്കൗട്ടും ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഇതുണ്ടാകും. ഏകദേശം മസിൽ ഇങ്ങനെ ഒരു ഇതായി നിൽക്കുന്നുണ്ടെങ്കിൽ ആ മസിൽസിനെ നമുക്ക് ഒന്നും കൂടി സ്ട്രെങ്ത്ത് കൂട്ടാനുള്ള വെറൈറ്റി വർക്കൗട്ട്. ഇതൊക്കെ കണ്ടു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയില്ല. അങ്ങനെയുണ്ട് സൂപ്പർ വർക്കൗട്ട്. അത് നമ്മളെ കോർ മസിൽസിനും ഷോൾഡർ മസിൽസിനും കാലിലും മൊത്തത്തിൽ നമ്മളെ തലയുടെ അടി നിങ്ങടുക്ക് നമ്മളെ കാലിൻ്റെ പാദം വരെയുള്ള എല്ലാ മസിൽസിനും സ്ട്രെങ്ത്ത് കൂട്ടുന്ന വർക്കൗട്ടുണ്ട്. അത് മാത്രമല്ല ലൈംഗികപരമായിട്ട് ഉത്തേജകക്കുറവ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിനെല്ലാം വളരെ ഉപകാരപ്രദമായിട്ടുള്ള വർക്കൗട്ട് തന്നെയാണ് പ്ലാങ്ക് വർക്കൗട്ട് എന്ന് പറയുന്നത്. നമ്മളെ ഫുള്ള് മസിൽസിൻ്റെ സ്ട്രെങ്ത്ത് പറയും, ബോഡിക്ക് നല്ല സ്ട്രോങ് ആയി കിട്ടുന്ന ഒരു സൂപ്പർ വർക്കൗട്ടാണ് പ്ലാങ്ക് വർക്കൗട്ട് എന്ന് പറയുന്നത്. അത് ഞാൻ വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇതെല്ലാം സൂപ്പർ വർക്കൗട്ടാട്ടാ. അതെല്ലാം നമ്മളെ ശരിക്കും സ്ലോവിൽ നമ്മൾ സ്പീഡിൽ ചെയ്തിട്ടാ. അത് ഞാൻ വീഡിയോക്ക് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് നമ്മൾ സ്ലോവിൽ അവിടെ ടച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് ബാക്കിലേക്ക് എടുത്തു കഴിഞ്ഞാലാണ് ശരിക്കും നിങ്ങൾക്കിത് ചെയ്യുമ്പോൾ നമ്മളെ അപ്പ് ഡൗണിൻ്റെ അടുത്ത കോർ മസിൽസുകളും എല്ലാ മസിൽസിലും ടൈറ്റാണെന്ന് ശരിക്കും നമുക്കറിയാൻ പറ്റും. അതൊരു 3 സെറ്റായിട്ട് 12-15 നിർബന്ധമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എൻ്റെ വീഡിയോസിൽ ഓരോ സെറ്റ് കാണിക്കുള്ളൂ, അതെല്ലാം ഒരുപാട് പിന്നെ വീഡിയോ ലോങ് ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. അതാണ് പറഞ്ഞത്, പ്ലാങ്ക് വർക്കൗട്ടിൻ്റെ സൂപ്പർ വെറൈറ്റി വർക്കൗട്ട്സുകളാണ് ഞാൻ നിങ്ങളുടെ വീഡിയോസിലൂടെ, എൻ്റെ വീഡിയോസിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്ന. സുഹൃത്തുക്കളെ എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാലാണ് ഇതുപോലത്തെ സൂപ്പർ വർക്കൗട്ടുകൾ നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയുണ്ട് വർക്കൗട്ടുകൾ? സൂപ്പറല്ലേ? അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പ്ലാങ്ക് വർക്കൗട്ട് അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഈ ഒരു വർക്കൗട്ടും അത് കഴിഞ്ഞുണ്ടായാലും നമ്മൾ 1 മിനിറ്റ് ശരിക്കും അത് ഇപ്പം 30 സെക്കൻഡാണ് ഞാൻ ചെയ്യുന്നുള്ളൂ. ഈ ഒരു വർക്കൗട്ട് ഇതിനാൽ നമ്മൾ പ്ലാങ്ക് വർക്കൗട്ട് അവസാനിപ്പിക്കുക. ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ഇതൊരു 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ ഇത് ചെയ്ത് കഴിഞ്ഞാലാട്ടോ നമ്മൾ ആ ഒരു ഫുൾ മസിൽസിനെ ടൈറ്റ് ചെയ്യുള്ളൂ. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാൻ പറ്റുക, ഇതിപ്പോൾ ഇത്രയും ചെയ്തിട്ട് ഇത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മളെ കോർ മസിൽ, നമ്മളെ വയറിൻ്റെ മസിൽസ് നല്ല രീതിയിൽ ടൈറ്റായിട്ട് ചിലർക്ക് മസിൽ കാച്ചിങ് എല്ലാം വരും, അത്രയും നല്ല രീതിയിൽ വരും. പിന്നെ എനിക്ക് വേറെ കാര്യം പറയാൻ വെച്ചാൽ നമ്മൾ വയറിന് ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ചിലപ്പോൾ മസിൽ കാച്ചിങ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് 2-3 മിനിറ്റ് റെസ്റ്റ് കൊടുത്തതിന് ശേഷം വീണ്ടും ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് വീണ്ടും നിങ്ങൾക്ക് വരാൻ മസിൽ ക്യാച്ച് ചെയ്യണമെങ്കിൽ പിന്നെ അന്ന് നിങ്ങൾ ചെയ്യരുത്, പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവുള്ളൂ, ഞാൻ പിന്നെ ഉണ്ടാവില്ല. ഇപ്പം ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം പുഷപ്പ് ഒന്ന് ചെറുതായിട്ടൊരു 10 പുഷപ്പ് എടുത്തെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വർക്കൗട്ട് ഇങ്ങനെ ചിലപ്പോൾ കുറേ ആൾക്കാർ നിർത്തിയിട്ട് പിന്നീട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണത്, വയറിന് ചെയ്യണ സമയത്ത് മസിൽ ക്യാച്ച് ചെയ്യുക എന്നുള്ളത്.
അപ്പോൾ ഒന്ന് ചിലപ്പോൾ റെസ്റ്റ് എടുത്തിട്ട് ചെയ്യുന്നുണ്ടാൽ ചിലപ്പോൾ ഉണ്ടാവില്ല, ഒന്ന് ബ്രീത്തിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാൽ എന്നിട്ട് വീണ്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും അതേപോലെ തന്നെ വരാമെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ പിന്നെ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ പിറ്റേ ദിവസം അത് തന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യുക. അപ്പോൾ പിന്നീട് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രോബ്ലം പിന്നെ ഇല്ലാണ്ടാവും കേട്ടോ. നമ്മളെ വർക്കൗട്ട് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്, സ്ട്രെച്ചിങ് ബ്രീത്തിങ് അത് വീണ്ടും ഞാൻ വർക്കൗട്ട് അവസാനിപ്പിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇങ്ങനത്തെ ഇത് നിർബന്ധമായിട്ടും ചെയ്യണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പല ഇഞ്ചുറികളും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സ്ട്രെച്ചിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഓക്കെ, ഇതെല്ലാം ചെയ്യണം നമ്മൾ, ഇങ്ങനത്തെ സ്ട്രെച്ചിങ്ങും ബ്രീത്തിങ്ങും എല്ലാം നിർബന്ധമായിട്ടും. അതിന് മാത്രം സമയം ഉണ്ടാവില്ല, ഇത്രയും നേരം വർക്കൗട്ട് ചെയ്യുന്നുണ്ടാൽ അതിന് മാത്രം സമയമൊന്നും ഇതിനുണ്ടാവില്ല കേട്ടോ. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതാക്കിയിട്ടുണ്ട്, അത് പെട്ടെന്ന് ചെയ്യാമെന്ന് മാത്രം. ഓക്കെ, അങ്ങനെ ഉണ്ടായി നമ്മളെ വീഡിയോസ്. അടിപൊളി കാർഡിയോ വർക്കൗട്ട്, അത് കഴിഞ്ഞാൽ പ്ലാങ്ക് വർക്കൗട്ട് വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.